ഇതേ കിടക്കണ മക്കളെ ഇന്നോവ ക്രിസ്റ്റ. ഇന്നോവ ക്രിസ്റ്റ ശരിക്കും പറഞ്ഞാൽ ഇത് ബാക്കിൽ നിന്ന് ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. ഇന്നോവ ക്രിസ്റ്റ 2019 മോഡൽ വണ്ടിയാണ്. ഇന്നോവ ക്രിസ്റ്റയുടെ സസ്പെൻഷൻ ഓരോ സാധനങ്ങളും ആ പുതുമ പോകാത്ത ഫുൾ പുത്തൻ സാധനങ്ങൾ കേട്ടോ. വെച്ചാൽ കിടക്കുന്നത് ഓൾമോസ്റ്റ് ബോഡി പാർട്സ്, സ്റ്റിയറിങ്ങിൻ്റെ അസംബ്ലി മുഴുവനായിട്ട് മാത്രമല്ല ഫുൾ അസംബ്ലി. അതായത് നമുക്ക് ഈ സ്വിച്ചസ് ഉണ്ടല്ലോ, ഇതൊക്കെ പലർക്കും കിട്ടാത്ത സാധനങ്ങളും പിന്നെ ഫ്ലഡ് വണ്ടിയൊക്കെ എടുത്ത് പണിയുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇലക്ട്രിക്കലായിട്ടുള്ള പാർട്സുകൾ ഇത്രയും പുതിയ വണ്ടികൾ അവർക്കാണ് ആവശ്യം വരാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ഓൾമോസ്റ്റ് എഞ്ചിനൊന്നും ഒരു അനക്കം പറ്റിയിട്ടില്ല. എഞ്ചിൻ പുത്തം പോലെ തന്നെ എഞ്ചിനുണ്ട്. ഇത് ബാക്ക് ആക്സിഡൻ്റ് ആയ വണ്ടിയാണ്. ബാക്കും ഈ സൈഡ് ഫുൾ ആക്സിഡൻ്റ് ആയി പോയ വണ്ടിയാണ്. 2019 മോഡൽ ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് എഞ്ചിൻ പാർട്സ്, എഞ്ചിനൊന്നും ഒരു ഡാമേജും പറ്റാത്ത എഞ്ചിൻ്റെ പാർട്സ് ഫുള്ളായിട്ട് അവൈലബിൾ ആണ്. ഇതും ക്രിസ്റ്റ തന്നെയാണ്. ഇത് ഫ്രണ്ട് ആക്സിഡൻ്റ് ആയ വണ്ടി കേട്ടോ. ഇത് ഫ്രണ്ട് ആക്സിഡൻ്റ് ആയ വണ്ടിയാണ്. പക്ഷേ എഞ്ചിൻ കാര്യങ്ങൾക്കൊന്നും വലിയ ഡാമേജസ് ഒന്നും വന്നിട്ടില്ല. എഞ്ചിൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇന്നോവ ക്രിസ്റ്റ അത് 2019 മോഡൽ. ഇതേതാ മോഡൽ? 2019 മോഡൽ. 2019 മോഡലാണ്. ഇത് ബാക്ക് ഡോർ. ഇപ്പോൾ നിങ്ങൾക്ക് ഡോറൊക്കെ സ്ക്രാച്ച് ആക്കി കഴിഞ്ഞാൽ ഡോറ് ഒരു പെയിൻറ്റ് ചെയ്യണേക്കാളും നല്ലത് നമുക്കിത് ഈ ഡോർ തന്നെ നമുക്ക് വാങ്ങിച്ചിട്ട് ഓക്കെ ഡാ. ഇന്നോവ ക്രിസ്റ്റ. ഇത് ടാറ്റ ജസ്റ്റ് അല്ലേ? ജസ്റ്റിൻ്റെ ഫ്രണ്ടാണ് ആക്സിഡൻ്റ് ആയത്. പക്ഷേ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഉണ്ടല്ലേ ഇപ്പോൾ എല്ലാം വണ്ടി ഇതൊന്ന് സ്ക്രാപ്പ് ചെയ്യാണല്ലോ നിങ്ങൾ, സ്പെയർ ചെയ്യാം. ഓണർ വണ്ടി പോളോ. ഓക്കെ, നെക്സ്റ്റ് ഇത് പോളോൻ്റെ ഒരു സാധനം ഉള്ളിലെല്ലാ സംഭവങ്ങളും ഉള്ളിൽ അയച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്പെയറും. ഇത് പോളോ ഡീസലോ പെട്രോളോ? ഡീസലല്ലേ? ബാക്കിലേക്ക് ഞാൻ നോക്കിയില്ല. ഓക്കെ, TDI പോളോ TDI ഡീസലിൻ്റെ ഓൾമോസ്റ്റ് പാർട്സ്, അതായത് ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളും, EGR ഇഞ്ചക്ടേഴ്സ് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എല്ലാം വർക്കിംഗ്. ഇത് വണ്ടി സ്റ്റാർട്ടിങ് വണ്ടി ആയിരുന്നല്ലേ? സ്റ്റാർട്ടിങ് വണ്ടി പിരിച്ചത്. ഓക്കെ. അത് നെക്സ്റ്റ് വെൻഡോ കേട്ടോ. ഡീസൽ വെൻഡോ ആണ്. 4 സിലിണ്ടർ വണ്ടി. അതിൻ്റെ എല്ലാ അസംബ്ലിയും, അതായത് മെയിനായിട്ട് കംപ്ലയിൻ്റ് വരുന്നത് നമുക്ക് സ്റ്റിയറിംഗ് മോട്ടർ, മൊഡ്യൂള്, ഇലക്ട്രിക്കലായിട്ടുള്ള ബാക്കി സ്പെയറുകൾ, AC കംപ്രസർ, ഓൾട്ടർനേറ്റർ മുതലായിട്ടുള്ള സകലമായ സാധനങ്ങൾ അവൈലബിൾ ആണ്. മാത്രമല്ല ഇഞ്ചക്ടറൊക്കെ നമുക്ക്, നിങ്ങൾ ഇഞ്ചക്ടർ എത്രയ്ക്ക് സെയിലും ഏകദേശം? വെൻഡോടെ 5000 രൂപ. ഒരു ഇഞ്ചക്ടറിന് 5000 രൂപ. അപ്പോൾ മറ്റേ പോളോൻ്റെ ആണെങ്കിലോ? പോളോ ഇഞ്ചക്ടർ 4,500 അല്ലേ? നമ്മുടെ കേരളത്തിൽ ഏകദേശം റേറ്റ് വരുന്നത് നമുക്കറിയാൻ പറ്റും. പുതിയത് മേടിക്കുകയാണ്, സെക്കൻഡ് ഹാൻഡ് മേടിക്കുകയാണെങ്കിൽ തന്നെ 10 രൂപ, 9 രൂപ, 10 രൂപയാണ് ഇഞ്ചക്ടറിന് റേറ്റ് വരുന്നത്. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി 3000 രൂപ ഒരു ഇഞ്ചക്ടറിലാവും കേട്ടോ. ഇത് പണിതെടുക്കാനാണെങ്കിലും ഏകദേശം ആ റേറ്റിൻ്റെ ഇഞ്ചക്ടറിന് വരുന്നുണ്ട്. സുമോ ഗ്രാൻഡ്, കോളീസ്, സുമോ ഗ്രാൻഡ്. കാരണം ഞാൻ ജസ്റ്റ് വന്നിട്ട് എൻ്റെ ഗിംബൽ ചെറിയ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. എൻജിൻ കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ പോലും നിസാൻ്റെ മൈക്ര കണ്ടില്ലല്ലോ. ഞാൻ ഈ ഒരു ഇടയ്ക്കൊരു മൈക്ര എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്ര കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൈക്ര ഓടിപ്പഞ്ഞു വന്നത്. മൈക്രയുടെ എൻജിൻ സാധനങ്ങൾ മൊത്തത്തിലുണ്ട്, എല്ലാ പാർട്സും. ഇതൊക്കെ ഓൾമോസ്റ്റ് പാർട്സ് അഴിച്ചിട്ട് അവരവിടെ മാറ്റി വയ്ക്കട്ടെ. കാരണം ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റർ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് അത് മാത്രമായിട്ട് ഇത് അഴിച്ചു കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ അഴിച്ച് അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു കേട്ടോ. നമ്മുടെ കാറാണ് കിടക്കുന്നത്, സ്ക്രാപ്പല്ല. അപ്പോൾ ഇത് 2019 മോഡൽ ബൊലെറോ. 2019 മോഡൽ ബൊലെറോയുടെ ഓൾമോസ്റ്റ് എല്ലാ സാധനം M-Hawk ടർബോ എൻജിൻ. അപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്പെയറും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ വില പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഇവർക്കും ഒരു മടുപ്പാവും. സ്കോഡ, പസാറ്റ്, ഫോക്സ്വാഗൻ പസാറ്റിൻ്റെയൊക്കെ ഫ്ലൈ വീലും മറ്റേ ഫ്ലൈ വീല് കംപ്ലൈൻ്റായിട്ട് കുറേ അലഞ്ഞിരി നടന്നതാണ് പണ്ട്. അപ്പോൾ പസാറ്റിൻ്റെ എല്ലാ സാധനങ്ങളും ഹാർഡായിട്ടുള്ള ഇപ്പോൾ സസ്പെൻഷൻ പാർട്സൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പോളോ ഇത് 1.6 1.6 GT അല്ലേ കണ്ടിട്ട്? 1.6 ആണെന്ന് തോന്നുന്നു. എൻജിൻ വണ്ടിയുടെ ഷേപ്പൊക്കെ മാറിപ്പോയതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടാനില്ല. 4 സിലിണ്ടറാണ്. യെസ്, 1 2 3 4 4 സിലിണ്ടർ പോളോ പെട്രോൾ. ഇപ്പോൾ പോളോ പെട്രോളൊക്കെ കംപ്ലൈൻ്റ് ആക്കി ഞാൻ റിപ്പയർ ചെയ്യണ്ട, നേരെ ഇവിടെ വരാം. ഓൾഡ് മോഡൽ ഹോണ്ട സിറ്റി കണ്ടമാനം സ്പെയർ നമുക്ക് തൃശ്ശൂരൊക്കെ അവൈലബിൾ ആട്ടോ. ഹോണ്ട സിറ്റി ഓൾഡ് മോഡലിൻ്റെ കണ്ടമാനം സ്പെയർ അവൈലബിൾ ആണ്. ടാറ്റ നാനോ, പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വണ്ടി ബെൻസൊക്കെ അപ്പുറത്ത് കിടപ്പുണ്ട്.
ആ ഓൾഡ് മോഡൽ ബെൻസ് അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഹോണ്ട സിറ്റി, ടൊയോട്ട കൊറോള, ഇതൊക്കെ ഫുൾ സ്പെയർ ഉള്ള വണ്ടികളാണ്. പിന്നെ അതുപോലെ സ്കോർപ്പിയോടെ തന്നെ 2-3 ടൈപ്പ് സ്കോർപ്പിയോസ് ഉണ്ട്. M2DI എഞ്ചിൻ ഉണ്ട്, നോർമൽ ഇൻ്റർകൂളർ എഞ്ചിൻ, M2DI അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. എക്കോസ്പോർട്ട്, ഫോർഡ് എക്കോസ്പോർട്ടാണ് ഈ കിടക്കുന്നത്. എക്കോസ്പോർട്ട് TDCI. ഈ വണ്ടി ഇത് അത്യാവശ്യം 2013 മോഡൽ, ടയർ 2013 അപ്പോൾ വണ്ടി ഏതാ മോഡൽ? അപ്പോൾ ABCD 2013 മോഡൽ എക്കോസ്പോർട്ട് നടക്കുന്നത്. അധികം കിലോമീറ്റർ ഓടിയില്ല, കാരണം സ്പെയർ ടയർ 2013 തന്നെയാണ്. ഓൾമോസ്റ്റ് വണ്ടി നല്ല ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. അപ്പോൾ ഏകദേശം ലോ കിലോമീറ്റർ ലെസ് യൂസ്ഡ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ആയാലോ, ഇതിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് മോട്ടറിൽ നിന്ന് സൗണ്ട് റിറ്റ്സിൻ്റെ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സ്പെയർ മേടിച്ച് വയ്ക്കാൻ പറ്റും. ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റിയുള്ള കണ്ടീഷനുള്ള എൻജിൻ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. എൻജിന് വേണ്ടിയിട്ട് അരഞ്ഞ് കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. എൻജിൻ വലിയ പണിയൊക്കെയുള്ള എൻജിനാണെന്നുണ്ടെങ്കിൽ ആ എൻജിൻ നിങ്ങൾ മറന്നേക്ക്. ഓൾമോസ്റ്റ് നല്ല കണ്ടീഷനുള്ള, അതായത് ഈ മോഡൽ കൂടിയ ടൊയോട്ട ഇന്നോവ 2019 വണ്ടിയാണ്, ഈ ബൊലോറോ 2019 വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു വണ്ടി കണ്ടത്, പിന്നെ ഒരെണ്ണം നല്ല മോഡൽ കൂടി കുറേ വണ്ടികളുണ്ടായിരുന്നു കണ്ടിട്ട്. അതുപോലെ തന്നെ മിക്ക വണ്ടികളും ഈ വെർണ ഫ്ലൂയിഡിക്ക്, ഈ വണ്ടിയുടെയൊക്കെ ഉണ്ടല്ലോ ഫുൾ അസംബ്ലി. ഈ വണ്ടിയുടെയൊക്കെ സ്റ്റിയറിംഗ് മൊഡ്യൂൾ മുതൽ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഫുൾ അസംബ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എൻജിൻ ഇത് കണ്ടില്ലേ, ടൊയോട്ടയുടെ D4D എറ്റിയോസിൻ്റെ എഞ്ചിനായിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെയും നല്ല ക്വാളിറ്റിയുള്ള 100% പെർഫെക്റ്റ് ആയിട്ടുള്ള എൻജിൻ ഇവിടെ അയച്ചു വെച്ചിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ എൻജിനാണിത്. സ്വിഫ്റ്റിൻ്റെ എൻജിൻ 1-2 എൻജിൻ, ഇൻഡിക്കയുടെ എൻജിൻ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെ എൻജിൻ. ഈ എൻജിൻ്റെ ബ്ലോക്ക് കണ്ടില്ലേ, ഇത് വലിയ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എൻജിനല്ല കേട്ടോ. എറ്റിയോസിൻ്റെ എൻജിൻ, സ്കോഡ ഫാബിയയുടെ 3 സിലിണ്ടർ എൻജിൻ, ടാറ്റ ഇൻഡിക്ക, സെന്ന്, ബലെനോ, റിഹോട്രോൺ, ഇതായിരിക്കണം ടിയാഗോൻ്റെ എൻജിൻ. ക്ലച്ചിൻ്റെ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാ ക്ലച്ചിനകത്തും, ക്ലച്ച് പ്രഷർ പ്ലേറ്റിനകത്തും ഓരോ അതായത് വണ്ടിയുടെ ഡീറ്റെയിൽസ് എഴുതി നമ്മളിപ്പോൾ അവിടെ അയച്ചു വെച്ചിട്ടില്ല, അവിടെ നിന്ന് അയച്ചെടുത്തിട്ടുള്ള വണ്ടികൾ, അതിൻ്റെ എല്ലാ സ്പെയറും അഴിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെയായിരിക്കും. അപ്പോൾ എല്ലാ വണ്ടികളുടെ ആക്സിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളുടെ ആക്സിൽ ശരിക്കും ആക്സിലിൻ്റെ കടകടൻ സൗണ്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആക്സിൽ പുതിയത് മേടിക്കും. ഇവിടെ ഒരു ഗുണം എന്താ പറയുക, നമ്മൾ മേടിക്കുന്ന സ്പെയർ എല്ലാം ഒറിജിനൽ കമ്പനി സ്പെയർ ആയിരിക്കും. കമ്പനി ആ വണ്ടിയിൽ വരുന്ന ഒറിജിനൽ സ്പെയർ അയച്ചു വയ്ക്കുന്നത്, അതുകൊണ്ട് കമ്പനി സ്പെയർ ആയിരിക്കും. ഓൾമോസ്റ്റ് കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ മേടിച്ച് ഇടുന്നതിനേക്കാളും ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ബ്രേക്കിൻ്റെ അസംബ്ലി മൊത്തത്തിൽ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ക്ലച്ച് അസംബ്ലി ഇവിടെ ഉണ്ട്. വെച്ചാൽ ഓരോ പാർട്സുകളും സെപ്പറേറ്റ്. AC ബ്ലോവർ മോട്ടർ, നമ്മൾ AC ഒക്കെ ഓണാക്കുമ്പോൾ കുറൊന്നും ഉള്ളിലേക്ക് സൗണ്ട് വരില്ല. അപ്പോൾ ഈ ബ്ലോവർ മോട്ടർ മാത്രം ഒന്ന് റീപ്ലേസ് കൊടുത്താൽ മതി. റേഡിയേറ്ററിൻ്റെ ഫാനുള്ള അസംബ്ലി കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ലോവർ ആം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബലെനോൻ്റെ ഒക്കെ ലോവർ ആം അന്വേഷിച്ചിട്ടാണ് നമ്മൾ കയറിയത്. 7,000-8,000 രൂപ പുതിയ റേറ്റ് വരുന്നുണ്ട്. ആ ലോവർ ആം ബുഷ് അസംബ്ലി അടക്കം എല്ലാ വണ്ടികളുടെയും ലോവർ ആം. ഇപ്പോൾ ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ലോവർ ആം അടിക്കുമ്പോൾ നല്ല കാശ് വരും. ആ ലോവർ ആം അസംബ്ലി, അങ്ങനെ താഴേക്ക് ബാക്ക് സസ്പെൻഷൻ, ഇവിടെ സ്റ്റിയറിംഗ് ബോക്സ്, സ്റ്റിയറിങ്ങിൻ്റെ മൊത്തത്തിലുള്ള അസംബ്ലി എല്ലാം അവിടെ ഉണ്ട്. എല്ലാ വണ്ടികളുടെയും കീ സെറ്റ് എല്ലാം അവിടെ ഉണ്ട്. അതിനകത്ത് ഇലക്ട്രിക്കൽ പാർട്സ്, പിന്നെ മറ്റേ എല്ലാത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ മുകളിലുണ്ട്. AC പൈപ്പുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പുള്ളികൾ, എൻജിൻ്റെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ പുള്ളികളും ഇവിടെ ഉണ്ട്. പിന്നെ ഡോർ വൈൻഡർ, ഡോറിൻ്റെ പെട്രോളിൻ്റെ മോട്ടർ, ടാങ്കിനകത്ത് വരുന്ന മോട്ടർ, ഇതൊക്കെ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ 10,000-15,000 രൂപ കൊടുത്തിട്ടാണ് ഈ സാധനം 20,000 രൂപയൊക്കെ 15,000-16,000 രൂപ എടുത്ത് വാങ്ങിക്കുന്നത്. ആ ഫ്ലോട്ട് നമുക്ക് അളവ് അറിയാവുന്ന ഫ്ലോട്ട് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അത് എല്ലാ വണ്ടികളും ഇവിടെ കിടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മോഡൽ വണ്ടികളും ഇവരുടെ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇത് സാധനം, പിന്നെ ഈ കാണുന്ന സാധനം ഇതാണ് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ടർ. ഇത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ ഇഞ്ചക്ടറിനും നമുക്ക് കണ്ടമാനം പൈസ മേടിക്കുന്നത്. കാരണം പോളോൻ്റെ ഒരു 10,000 രൂപ 15,000 രൂപ മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും. ഈ സാധനം കംപ്ലൈൻ്റ് ആയിട്ട്, ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ഇടങ്ങേറായിട്ട് നടക്കുന്നുണ്ടാവും. ഈ സാധനമൊക്കെ ഇവിടെ വരാം, സാധനം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. അവർ മാർക്ക് ചെയ്ത് തരും, ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ സാധനമൊക്കെ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റും. ടർബോ ചാർജർ, അതായത് ഇപ്പോൾ ടൊയോട്ടയുടെ ഇന്നോവയുടെ ടർബോ ചാർജറാണ്, സ്വിഫ്റ്റിൻ്റെ ടർബോ ചാർജർ, ഡസ്റ്റർ, സ്വിഫ്റ്റ്, ടൊയോട്ട, മോസ്റ്റ്ലി എല്ലാ വണ്ടികളുടെയും, ഇൻഡിക, വിസ്റ്റ, എല്ലാ വണ്ടികളുടെയും ടർബോ ചാർജർ, സ്റ്റിയറിങ്ങിൻ്റെ മൊഡ്യൂള്, സ്റ്റിയറിങ്ങിൻ്റെ സെറ്റ് ഫുൾ അസംബ്ലി ഇവിടെ ഉണ്ട്. സ്റ്റിയറിംഗ് മോട്ടറായിട്ടുള്ള എല്ലാ അസംബ്ലിയും എല്ലാ വണ്ടികളുടെയും, വെൻഡോൻ്റെ വരെ. ഇനി ഓരോന്നോരോന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോൾ കുറേ ടൈം പോകുന്നതുകൊണ്ടാണ് ആക്സിലേറ്റർ പെഡൽ സെൻസർ പോയിട്ട് നമുക്ക് ഒരുപാട് ഇതൊക്കെ പെഡൽ സെൻസർ മേടിച്ചിട്ട് നല്ല പൈസയാണ്. പക്ഷേ ഈ ആക്സിലേറ്റർ ഇപ്പോൾ എല്ലാം ഇങ്ങനത്തെ പെഡൽ സെൻസർ വരുന്ന ഈ ടൈപ്പാണ് ആക്സിലറേഷൻ വരുന്നത്. ഓൾട്ടർനേറ്റർ, അതായത് ഓൾട്ടർനേറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഓൾട്ടർനേറ്റർ ഹോണ്ട സിറ്റിയുടെ ഓൾട്ടർനേറ്റർ, ഹോണ്ട അക്കോർഡിൻ്റെ ഓൾട്ടർനേറ്റർ,
ഇൻഡിക്ക മുതൽ എല്ലാ വണ്ടിയുടെയും എല്ലാ സ്വിഫ്റ്റിൻ്റെ ഡീസലിൻ്റെ വേറെ ഓൾട്ടർനേറ്ററിനൊക്കെ നല്ല കോസ്റ്റ് തോന്നുന്നു. ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, പിന്നെ 15,000 രൂപ പോളോൻ്റെ i20 ജസ്റ്റ് നമ്മളവിടെ കണ്ടില്ലേ, ജസ്റ്റ് ഗെറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഓൾട്ടർനേറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് പണിയാനാണെങ്കിലും വാങ്ങിക്കാനാണെങ്കിലും ഭയങ്കര കോസ്റ്റ് ആവും. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെയും പഴയ യുനോൻ്റെ വരെ ഓൾട്ടർനേറ്റർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടർ മോട്ടർ, ഇപ്പോൾ ലോഗൻ, ലാൻസർ, എറ്റിയോസ്, മൈക്ര, ഡസ്റ്റർ, ആക്സെൻറ്റ്, ബീറ്റ്, വെർണ മുതലായിട്ടുള്ള എല്ലാ വണ്ടികളുടെയും, സ്കോഡ ഒക്ടാവിയ, സ്കോഡ ഫാബിയ, സിറ്റി, പുണ്ടോ, ബെൻസ്, അങ്ങനെ എല്ലാ വണ്ടികളുടെയും സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. സൂപ്പർബ്, സൂപ്പർബ്, ടിയാഗോ, പിന്നെ ടൊയോട്ടയുടെ മുകളിൽ എല്ലാ സാധനങ്ങളും ടൊയോട്ടയുടെ മുകളിലുണ്ട്. ഓരോ കമ്പനി ഓരോ ബ്രാൻഡ് തിരിച്ചിട്ടാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ AC കംപ്രസർ ആണെങ്കിലും AC കംപ്രസർ, വെൻഡോൻ്റെ മുതൽ എല്ലാ വണ്ടികളും നമ്മളിവിടെ കണ്ട ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെയും ഇവിടെ ഈ യാർഡിൽ സ്റ്റോക്ക് ഇല്ലാത്ത എല്ലാ വണ്ടികളുടെയും ഓൾമോസ്റ്റ് സ്പെയർ ആണ്. പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. നമുക്ക് ഉള്ളിലേക്കൊന്നുമല്ല, ജസ്റ്റ് മീറ്റർ അസംബ്ലി, എല്ലാത്തിൻ്റെയും മീറ്റർ അവൈലബിൾ ആണ്. എല്ലാ സാധനത്തിൻ്റെയും സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ പോലെ തോന്നുവാണെങ്കിൽ തികച്ചും യാദൃശ്യമായിരിക്കും. അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പ്രൈസ് ഇവർ പറയുന്ന പ്രൈസൊന്നും നിങ്ങൾ കേൾക്കണ്ട. മാക്സിമം ബാർഗെയിൻ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ ഇത് ഈ കടൽ പോലെ കിടക്കുന്ന ഈ കാണുന്ന വണ്ടികളിലെല്ലാം സ്പെയർ അയച്ച് മേടിച്ച് നമുക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പുതിയ സ്പെയർ മേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ അടുത്ത ടൈമിൽ ഒരാൾക്ക് നല്ല ഹൈ പ്രഷർ പമ്പ് നല്ല കണ്ടീഷനുള്ളത് ആണെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് മേടിച്ച സാധനം സൂപ്പർ സാധനമായിരുന്നു, മേടിച്ച് കൊടുത്തത് 9,500 രൂപയ്ക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ എത്ര രൂപയുടെ മാർജിൻ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അത്യാവശ്യം നമ്മുടെ വണ്ടി എടുത്ത് എന്തെങ്കിലും പണിയിടാണെങ്കിൽ എല്ലാ സ്പെയർ പാർട്സും കൂട്ടിയിട്ട് എഴുതിയെടുത്ത് ഡയറക്റ്റ് ഇവിടെ വരുവാണെങ്കിൽ ഈ ലൊക്കേഷൻ ഞാൻ ആഡ് ചെയ്യാം. ഹൈലക്സ് ഓൾഡ് കാർ സ്പെയർ പാർട്സ് ഇതിൻ്റെ പേര്. ഇതുപോലത്തെ ഒരുപാടുണ്ട് കേട്ടോ, ഇത് ഒരെണ്ണം എന്നല്ല, ഇതുപോലത്തെ ഒരുപാടുണ്ട്. പിന്നെ ഓരോന്നായിട്ട് നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് തരും. ഷെവർലെ ബീറ്റ്, ഈ റെഡ് കളർ ബീറ്റാണ് നമ്മൾ ലാസ്റ്റ് വിറ്റ വണ്ടി. പിന്നെ ഒരു വാഗണർ മുറിച്ച് കാരണം റൂഫൊക്കെ ബെൻഡായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഫ് കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ വണ്ടിയിലേക്ക് വെൽഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ബോഡി പാർട്സ് എല്ലാം സെയിൽ ആയി പോകട്ടോ. ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് നമുക്ക് ഇതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനം, അതൊക്കെ അവർ സെയിൽ ചെയ്യും. ഇതിപ്പോൾ ഉക്കട മാർക്കറ്റൊന്നുമല്ല. ഉക്കട മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറ്റിയെന്ന് അറിയാം, അവിടെ എല്ലാ ആൾക്കാരും അത് അറിഞ്ഞ് ഇവിടെ നിന്ന് നിർത്താണ്ട് എല്ലാവരും നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ അവർ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ സ്പെയർ മേടിച്ച് വെച്ചിട്ട് അവരവിടെ നിന്ന് ഹൈ പ്രൈസിന് വെക്കും. അപ്പോൾ ഇത്രയും വണ്ടികളുണ്ട്. ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികൾ മാച്ച് ചെയ്യുന്ന വണ്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്പെയർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പെയർ ആണെങ്കിൽ എല്ലാം കൂടി എഴുതി വെച്ചിട്ട് ഒരുമിച്ച് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക. ഒരുമിച്ച് പർച്ചേസ് ചെയ്തിട്ട് ഏറ്റവും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. കോടൊക്കെ ഇറങ്ങാനായിട്ട് ശരിക്കും കൊതിയാവണം. ഇപ്പോൾ ഇതിൻ്റെ AC കണ്ടൻസർ, അതായത് AC കൂളിംഗ് കോയിൽ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കൂളിംഗ് ഇത് ഓട്ടോമാറ്റിക് കേട്ടോ. ഈ വെർണ ഓട്ടോമാറ്റിക്കാണ്. വെർണയുടെ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ, സ്റ്റിയറിങ് അടക്കം ചെയ്തിരിക്കുന്നുണ്ടല്ലേ, ഫുൾ അസംബ്ലി. ഇതിൻ്റെ കൂളിംഗ് കോയിലിന് മാത്രം ഏകദേശം 6,000-7,000 രൂപ റേറ്റ് വരും. അതുപോലെ ഈ ബ്ലോവർ മോട്ടർ, ഈ സാധനങ്ങളൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഹോണ്ട സിറ്റിയുടെ ക്വാർട്ടർ ഗ്ലാസ് ആണ്. ഈ ക്വാർട്ടർ ഗ്ലാസ് ഒറിജിനലാണ് ഇരിക്കുന്നത്, അതായത് ഹോണ്ടയുടെ സീലുള്ള ഒറിജിനൽ ഗ്ലാസ്. നമ്മളിത് ഹോണ്ടയിൽ പോയി മേടിക്കുകയാണെന്നുള്ള റേറ്റ് ഉണ്ടല്ലോ, ഇത് 200 രൂപ 250 രൂപയാണ് ഇവിടുത്തെ റേറ്റ് പറഞ്ഞത്. ഇതൊരാൾ പർച്ചേസ് ചെയ്തിട്ട് വെച്ചത്, അയാൾ 250 രൂപ എന്തോ റേറ്റിനാണ് ആ ഒരു ഗ്ലാസ് മേടിച്ചത്. ആ ഗ്ലാസിൻ്റെയൊക്കെ ഷോറൂമിൽ പ്രൈസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് 3 ഇരട്ടിയെങ്കിലും ലാഭം ഉണ്ടാവും. വെർണ CRD 1.6 ഉണ്ടായി, വെർണ 1.6 CRD എഞ്ചിൻ, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഇതന്നെ ഓട്ടോമാറ്റിക് ആണ്. ഇതിനകത്ത് ഇപ്പോൾ ഈ ABSൻ്റെ സെൻസർ ഇതൊക്കെ ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്ത തന്നെ. ഈ വണ്ടി എഞ്ചിനകത്ത് ഓടിയിട്ടില്ലടാ, ഇൻ്റർകൂളറൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. ഫ്രണ്ട് അടിച്ചിട്ട് ഈ ഭാഗം വരെയുള്ള സാധനങ്ങൾക്കൊക്കെ ഡാമേജ് ഒന്നുണ്ട്. പക്ഷേ സംഭവം വണ്ടി ഓൾമോസ്റ്റ് എഞ്ചിൻ സാധനങ്ങളൊക്കെ ഇട്ടാണ്. ഇതിൻ്റെയൊക്കെ എഞ്ചിനൊക്കെ ഉണ്ടല്ലോ, ഈ 50,000-55,000 രൂപയ്ക്ക് എഞ്ചിൻ ഇവിടെ നിന്ന് ഒരു 60,000 രൂപ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എഞ്ചിൻ മാറ്റി വെച്ച് തരും. നമ്മൾ പുതിയത് വാങ്ങിച്ച് പണിയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യും. കാരണം നമുക്ക് വേണ്ട സ്പെയറുകൾ നമ്മൾ മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് എറണാകുളം റീച്ച് ആവണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നവരെ ബൈ.